കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടൊരു നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നമുക്ക് പത്തിരിയുടെയും നെയ്ച്ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം 750 ഗ്രാമോളം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 8-10 വെളുത്തുള്ളി വേണം നമുക്ക്. അത് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. വെളുത്തുള്ളിയുടെ ഒരു കുറച്ച് കുറവായിട്ടാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത സാധനങ്ങളൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/3 കപ്പ് വരെ തേങ്ങയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ 1/2 കപ്പ് വരെ തേങ്ങ എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ വരെ പെരുംജീരകം, അതായത് വലിയ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. ചിക്കൻ മസാലപ്പൊടി അഥവാ ഇല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഇറച്ചി ബീഫിൻ്റെ മസാലപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ആദ്യം തന്നെ പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയുടെ കൂടെ ചേർത്ത് വഴറ്റിയാലും മതി. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു കളറും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് മൂന്നും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് കളയണം. കളറ് മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചേർക്കാം. ഞാനൊരു 1/3 കപ്പ് വരെ ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാനൊരു വലിയ സവാളയാണ് കേട്ടോ എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അപ്പോൾ സവാള ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റുക. സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോവരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാളയും ചുവന്നുള്ളിയൊക്കെ നല്ലോണം കളറ് മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ വഴറ്റണം കേട്ടോ, എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ ഒരു പേസ്റ്റ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ അങ്ങ് മാറിക്കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് ഒരു 1-2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. ചിക്കൻ ചേർത്തിട്ടും 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വഴറ്റിയിട്ട് തന്നെ അതിൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുക. തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കറിയിലേക്ക് ഒഴിച്ചു. അതുകൂടാതെ വേറെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് നല്ലോണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ കറി ഇതാ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവി ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങ അരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ തേങ്ങ അരച്ച കറി എന്ന് പറയുമ്പോൾ ഒരുപാട് തേങ്ങ അരച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ചേർത്തതുപോലെ ഒരു 1/3 കപ്പ് വരെയൊക്കെ തേങ്ങ ഇത്രയും അളവിൽ ചിക്കന് ചേർക്കാം. ഒരുപാട് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നല്ല നാടൻ രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്